രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യുന്നു ശ്രീ രാഹുൽ ഈശ്വർജി. സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലെ വിലയിരുത്തലാണ് ഇന്ന് നടക്കുന്നത്. മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. പ്രായോഗികമായിട്ട് ഭാരതമായിട്ട് നിൽക്കാനുള്ള കാരണം ഇതുപോലെയുള്ള സന്ദേശങ്ങളാണ്. പാദുകാം ദേഹി രാജേന്ദ്ര. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഉറച്ചു നിന്നു എന്നുള്ളതാണ്. നല്ല കിളിനാദമായിരുന്നു ചൊല്ലിയപ്പോഴേ. നല്ല മധുരമായിരുന്നു. മൊത്തം ആ കേൾക്കാൻ ഒരു മാധുര്യം ഉണ്ടായിരുന്നു. ദശരഥനന്ദന ശ്രീരാമ ഗഗനാധിപകുലജാത ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച്. എപ്രകാരമാണോ മനുഷ്യർ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നത്? കാലചക്രത്തിന്റെ നിലനിൽപ്പിന് എന്നാണ് ഇയാൾ പറഞ്ഞത്. ശ്രേഷ്ഠ ഭാരതം. യുക്തിവാദ മത്സരം ആരംഭിക്കുകയാണ്. ഒരേ ആശയത്തെ അനുകൂലിച്ചും എതിർത്തും സംസാരിക്കുന്ന ഈ മത്സരത്തിലൂടെ രാമായണത്തിന്റെ ദ്വന്ദ്ഭാവങ്ങളാണ് കടന്നു പോകുന്നത്. പങ്കെടുത്ത 4 ടീമുകളിൽ 2 ടീമുകൾ അടുത്ത റൗണ്ടിലേക്കും 2 ടീമുകൾ പുറത്തേക്ക് പോകുന്നു എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത. പതിപോലെ ഇന്നും ഞാൻ അരങ്ങൊഴിയുകയാണ്. ഈ മത്സരം നയിക്കാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം സാർ. നമുക്ക് ആദ്യത്തെ ടീമിനെ ക്ഷണിക്കാം. സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ, ആലപ്പുഴ. ടീം എ വന്നു കഴിഞ്ഞു. ഇനി ടീം ബി യെ ക്ഷണിക്കാം. GHSS TV പുരം, വൈക്കം. എൻ്റെ പേര് നന്ദിത എൻ പ്രഭു. ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ഉത്തരാബി. ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ഗൗതം കൃഷ്ണൻ. ഞാൻ 9th പഠിക്കുന്നത്. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ 9th പഠിക്കുന്നത്. ഇനി നമ്മൾ ദ്വിവാദത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് സംസാരിക്കേണ്ടതെന്നറിയാലോ. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. വനവാസത്തിന് പോകാമെങ്കിൽ മരവുരിയും ധരിക്കാമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇവിടെ ദേവഹിതാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി എന്നാണ് ആചാര്യൻ്റെ വാക്കുകൾ. ഇപ്രകാരം ദശരഥ മഹാരാജാവോ മന്ധരയോ കൈകേയി മാതാവോ ഇത്തരുണത്തിൽ വനയാത്രയ്ക്ക് ഹേതുവാകുന്നില്ല. മാത്രവുമല്ല, വനവാസം സ്വേച്ഛയാ സ്വീകരിച്ചതിനാൽ വന്യജീരങ്ങൾ ധരിക്കുന്നത് സർവ്വസാധാരണമാണ്. ആകയാൽ കൈകേയി നൽകുന്ന മരവുരി സ്വീകരിക്കുന്നതിൽ യാതൊരു അനൗചിത്യവും തെറ്റുമില്ല എന്നതാണ് എൻ്റെ പക്ഷം. എൻ്റെ അഭിപ്രായം അനുസരിച്ച് കൈകേയി ദേവി ചെയ്തത് ശരിക്കും തെറ്റാണ്. എന്തെന്നാൽ രാമനും ലക്ഷ്മണനും മരവുരി കൊടുത്താൽ പോലും ജനകാത്മജിയായ സീതാദേവിക്ക് കൊടുക്കാൻ പാടില്ല. കാരണം എന്തെന്നാൽ ഇത്രയും നാളും സൗഭാഗ്യകരമായ ജീവിതം നയിച്ച് മാത്രമല്ല ശ്രീരാമസ്വാമിയോട് മാത്രമേ വനവാസത്തിന് പോകാൻ പറഞ്ഞിട്ടുള്ളൂ. സീതാദേവിക്ക് അങ്ങനത്തെ യാതൊരുവിധ
വനവാസത്തിന് പോകണമെന്നും കൽപ്പിച്ചിട്ടില്ല. സീതാദേവിക്ക് മുൻപ് അറിയാമായിരുന്നു പണ്ടൊരു ജ്യോതിശാസ്ത്ര വിശാരദനായ ബ്രാഹ്മണൻ അരുളി ചെയ്തത് പ്രകാരം. വിഷയം മാറിപ്പോകരുത്. കൈകേയിയിൽ നിന്നാണ് വരേണ്ടത്. സീതയുടെ അപ്രോച്ച് അല്ല, അല്ലെങ്കിൽ ലക്ഷ്മണന്റെ അല്ല. കൈകേയി കൊടുത്തത് ശരിയായോ ഇല്ലയോ എന്ന് മാത്രം പറയണം. കൈകേയി കൊടുത്തത് ശരിയാണ്. കാരണം വനവാസത്തിന് നമ്മൾ പോകുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ സീതാദേവിക്ക് കൈകേയി നൽകിയ വൽക്കലം സീതാദേവി സ്വമനസാലെയാണ് ധരിക്കുന്നത്. അയോധ്യാകാന്ഡത്തിലെ 37-ാം സർഗത്തിൽ 34-35 വാക്യങ്ങളിൽ വ്യക്തമായി രചിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ വസിഷ്ഠ മഹർഷി പോലും കൈകേയി ദേവിയുടെ ഈ നീചകൃത്യത്തെ വിമർശിച്ചിട്ടുണ്ട്. കൈകേയി മാതാവ് അങ്ങനെ നൽകിയത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം രാവണനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവർ വനത്തിന് പോകണമായിരുന്നു. അങ്ങനെ വനത്തിന് പോകണമെങ്കിൽ ഇവിടെ ഇതെല്ലാം സംഭവിച്ചാലല്ലേ. മരവുരി ധരിച്ചുകൊണ്ട് വനത്തിൽ പോയാലേ യുദ്ധം നടക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വനവാസത്തിന് പോകുമ്പോൾ അത് പൂർണ്ണ മനസ്സാലെയും അത് പ്രാവർത്തികമാക്കണം. എങ്ങനെ നമ്മൾ വനത്തിൽ വസിക്കണമെന്ന് നമ്മൾ പ്രാവർത്തികമായി പ്രവർത്തിച്ചു കാണിക്കണം. ആയതിനാൽ മരവുരി ധരിച്ചു തന്നെ പോയത് ഉചിതമായി എന്നാണ് എൻ്റെ അഭിപ്രായം. എത്രയ്ക്കാണെങ്കിലും പണ്ടുള്ള മുനിശ്രേഷ്ഠന്മാർ രചിക്കപ്പെട്ട രാമായണ മഹാഭാരതമുള്ള വേദങ്ങളെ പറ്റിയാണ് നമ്മളോട് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ രചിക്കപ്പെട്ടതിന് അതീതമായിട്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി തിരിച്ചു വരികയാണ്. ടി വി പുരം സ്കൂളിലെ വിദ്യാർത്ഥി കൗണ്ടറായിട്ട് പറയും. എന്താ പറയേണ്ടതെന്നറിയോ? മരൂരി കൊടുത്ത് നല്ലതാണെന്നുള്ള. ഇയാൾ എന്താ പറയാനുള്ളത്? അമ്മയായി കൈകേയി ചീരങ്ങൾ നൽകാൻ മുതിർന്നത് ശരിയായില്ല എന്നുള്ളതാണ്. ശരിയായില്ല. ശരി, ഇനി ഇയാൾ പറയും. കൈകേയി രാമലക്ഷ്മണന്മാർക്ക് സീതയ്ക്കും കൂടി മരൂരി കൊടുത്തത് അവർക്കേറെ ഉപകാരപ്രദമായിട്ടുണ്ട്. പോകുന്ന വനത്തിലുള്ള തണുപ്പിനെയും മഴയും മറ്റും അതിജീവിക്കാൻ അതിലൂടെ അവർക്ക് ആവുന്നു. ഇഷ്ടമല്ലാത്തൊരു വാക്കു പറയുകയിൽ ഒട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും എന്ന് പറയുന്ന കൈകേയി മാതാവ് തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് തികച്ചും വിരോധാഭാസവും വിധി വൈപരീത്യവും തന്നെ. കൈകേയി കൊടുത്ത് മരൂരി അത് ദീർഘകാലം തന്നെ നിലനിൽക്കും. അതിന് പകരം വേറെന്ത് കൊടുത്താലും അവരെപ്പോഴും അതിനുവേണ്ടി മറ്റുള്ള ആശ്രമങ്ങളിലൊക്കെ ആശ്രയിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വളരെ ഫലപ്രദമാണ് അവർക്ക്. അതിന് ഇയാളുടെ ആൻസർ എന്താ? ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ ലക്ഷ്മി ഭഗവതിയായ സീതാദേവി കൈകേയി നൽകിയ വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങനെ ഞാനിത് ഗാഠമുടുക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് രാജ്യതാരങ്ങളും അന്യജനങ്ങളും ഖിന്നരായി വിലപിക്കുന്നുണ്ട്. മാത്രവുമല്ല, താമസശീലയായത് കൊണ്ടാണ് കൈകേയി ഭരതന് രാജ്യം നൽകണം എന്നുള്ളതിനോടൊപ്പം രാമനെ വനവാസത്തിനയക്കണമെന്നും ശാഠ്യം പിടിച്ചത്. ഇവിടെ സ്വപുത്രൻ പോലും അമ്മയുടെ സ്വാർത്ഥതയെ മാനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൈകേയി തികച്ചും സ്വാർത്ഥതയോടെ ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ശ്രീകുമാർജിയോട് ചോദിക്കുന്നു. ടീം എ അതിൽ എനിക്ക് പ്രതികൂലിച്ച് പറഞ്ഞത് വളരെയധികം രാമായണത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറഞ്ഞത് നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. ഭാഷയുടെ ഒരു നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. ആവശ്യമുള്ള നല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു രണ്ടുപേർക്കും. അത് അതിനകത്ത് നല്ലവണ്ണം നിഴലിച്ചു. ഓൾ ദ ബെസ്റ്റ്. രാഹുൽ ജി, രണ്ടുപേരും നന്നായി പറഞ്ഞു. പക്ഷേ അതൊരു വാദം പറയുമ്പം കൃത്യമായി അതിൻ്റെ നിലപാടുകൾ തമ്മിലുള്ളൊരു യുദ്ധമാണ്. പ്രസംഗത്തിൻ്റെ കഴിവല്ല, പ്രഭാഷണത്തിൻ്റെ കഴിവല്ല സംവാദത്തിൻ്റെ കഴിവ്. സ്പീച്ചിനുള്ള സ്കില്ലല്ല ഡിബേറ്റിങ്ങിനുള്ള സ്കിൽ. രണ്ടും തമ്മിൽ ബ്രോഡ്ലി ഒന്നാണെങ്കിലും അതിൻ്റെ ന്യൂആൻസസിൽ അതിന് വ്യത്യാസം വരും. നിങ്ങൾ ആ ഡിബേറ്റിംഗ് കുറച്ചുകൂടെ ഷാർപ്പ് ആക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നോളജ് എല്ലാം നല്ലതാണ്, പ്രസൻറ്റേഷൻ നല്ലതാണ്, മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ശ്രീകുമാർജി. സെൻറ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിന് ആലപ്പുഴ അവർക്ക് 8 മാർക്ക്. ടി വി പുരം വൈക്കം 6 മാർക്ക്. സെൻറ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ ആലപ്പുഴ 8 മാർക്ക്, 6 മാർക്ക്. സെൻറ് മേരീസ് ആലപ്പുഴ 8 മാർക്കും ടി വി പുരം സ്കൂളിന് 6 മാർക്ക്. നിങ്ങൾ എന്താ പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയോ? എന്താണ്, ഏത് വീക്ഷണമാണ് പറയേണ്ടത്? ഇയാളുടെ പേരെന്താ? എൻ്റെ പേര് പൂജിത, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് രാജലക്ഷ്മി, ഞാനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
എൻ്റെ പേര് രോഹിത്, ഞാനും 10ാം ക്ലാസ്സിൽ പഠിക്കും. ഗോപിക 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിച്ചു. ശരി. ഇനി ഏത് വിഷയമാണ്, അത് ഏത് അപ്രോച്ചിലാണ് നിങ്ങൾ പറയുന്നത്? ശ്രേഷ്ഠ ഭാരതം. രാമനാമം ഒരു പ്രതീകം മാത്രമാണ്. അറിവിനോടുള്ള ആഭിമുഖ്യവും നന്മയോടുള്ള പ്രതിബദ്ധതയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരുവൻ്റെ സ്വത്വരൂപീകരണത്തിന് ആധാരം ബാഹ്യ പരിതസ്ഥിതികളാണെന്നാണല്ലോ ഇവർ പറയുന്നത്. എന്നാൽ ഞാൻ ആദ്യം തന്നെ ഒരു ഉദാഹരണം എടുത്തു തുടങ്ങട്ടെ. നമ്മുടെ അമ്മ ശ്രീ മാതാമൃതാനന്ദമയി ദേവി പോലും എല്ലാ പരിതസ്ഥിതികളും അവർക്ക് വിപരീതമായിരുന്നു. ചെറിയ ഗ്രാമമായിരുന്നു, നിരക്ഷരരായ നാട്ടുകാർ, പണത്തിൻ്റെ പ്രൗഢിയോ ഔപചാരിക വിദ്യാഭ്യാസമോ ഒന്നുമില്ലാതെ ഇപ്പോൾ അമ്മ ആരായി മാറിക്കഴിഞ്ഞു? ലോകമെമ്പാടുമുള്ള അശരണർക്ക് അഭയവും തണലും പകരുന്ന ഒരു വൻ വടവൃക്ഷമായി പടർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരൊറ്റ ഉദാഹരണം മതി ബാഹ്യ പരിതസ്ഥിതികൾക്ക് ഒരുവൻ്റെ സ്വത്വരൂപീകരണത്തിൽ ഒരു ആധാരവുമില്ല എന്ന്. ഇത് തന്നെയാണ് രത്നാകരൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധി തന്നെയായിരുന്നു വാൽമീകിയായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ജന്മസിദ്ധം, പിന്നെ മറ്റേത് ഉണ്ടാവുമായിരിക്കാം. ഇനി ഇയാളുടെ അഭിപ്രായം എന്താണ്? മന്ത്രങ്ങളുടെ ശക്തി നമുക്ക് അറിയണമെങ്കിൽ നമ്മൾക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതിലെ ഒരു ഉദാഹരണം പറയാം. പുരാണങ്ങളിൽ പറയുന്ന അജാമിളൻ എന്ന ബ്രാഹ്മണൻ തന്നെയാണ് ഒരു ഉദാഹരണം. അദ്ദേഹം വളരെയധികം ഹീനകൃത്യങ്ങൾ ചെയ്ത് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മരണത്തോടടുക്കാറായപ്പോൾ അദ്ദേഹം സ്വന്തം മകനെ നാരായണ എന്ന് വിളിച്ചത് മൂലമാണ് വൈകുണ്ഠനാഥൻ അദ്ദേഹത്തെ മരണത്തിൽ നിന്നും രക്ഷിച്ചത്. ഇയാളുടെ ആർഗ്യുമെന്റ് സിദ്ധി ഉണ്ടായത്, രത്നാകരന് ഈ വാൽമീകി രാമായണം എഴുതാനുള്ള സിദ്ധി ഉണ്ടായത് രാമനാമജപമാണ്. ഈ പറഞ്ഞതിനെ ഒന്ന് കൗണ്ടർ ചെയ്യോ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഗീതയിൽ സാഖ്യയോഗത്തിലെ 40ാം ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രഹ്മവിദ്യ ചെറിയ തോതിലെങ്കിലും അനുഷ്ഠിച്ച ഒരാൾ മഹാഭയത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അജാമിളൻ ഇത്രയും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, എന്നാൽ അദ്ദേഹം ചിലപ്പോൾ പൂർവ്വജന്മത്തിലെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റുമായി ജനിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ മുമ്പ് തന്നെ ഒരു നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫലവും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയ തോതിലെങ്കിലും ബ്രഹ്മവിദ്യോപാസകന് അഭിക്രമനാശം, പ്രത്യവായം തുടങ്ങി ദോഷങ്ങൾ ഒന്നും ഉണ്ടാവാതെ രക്ഷിക്കപ്പെടുമെന്ന് ഭഗവാൻ പോലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജന്മസിദ്ധി തന്നെയാണ് രത്നാകരൻ്റെ കാര്യത്തിലും കാരണമായിട്ടുള്ളത്. ഹീനകൃത്യങ്ങൾ ചെയ്ത കാട്ടാളനായ രത്നാകരനെ സപ്തർഷികളൊന്ന് കാണുമ്പോൾ ചോദിക്കുന്നത് താൻ ചെയ്യുന്ന പാപം തൻ്റെ കുടുംബം കൂടി ഏറ്റെടുക്കുമോ എന്നതാണ്. അദ്ദേഹം അത് തൻ്റെ കുടുംബത്തോട് ചോദിക്കുകയും അപ്പോൾ പറയുന്നത് താൻ ചെയ്ത കുറ്റത്തിൻ്റെ താൻ തന്നെ അനുഭവിക്കണമെന്നാണ്. ഇത്രയും ഹീനമായി ചെയ്തിരുന്ന ഒരു വാൽമീകിയെ സപ്തർഷികൾ മന്ത്രം ചൊല്ലിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏകാഗ്രമാകാനും ചുറ്റുമുള്ള ആകുല ചിന്തകളിൽ നിന്ന് മാറാനും അത് സഹായിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ രത്നാകരൻ ഒരു ഉന്നത കുലജാതനായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം പിന്നീട് ഇത്തരത്തിലുള്ള ഒരു തസ്കരനായി തീർന്നത് തന്നെ അധികവും കാട്ടാള സ്ത്രീയുമായുള്ള ഒരു സംസർഗവും അവരെ കൂടിയുള്ള ജീവിതവും കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. പിന്നീട് ഒരിക്കൽ സപ്തഋഷികളെ കണ്ട് ഇങ്ങനെ ഒരു സംവാദം നടന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം, കാരണം പുരാണങ്ങളിലെ ബ്രാഹ്മണന്മാർ ബ്രഹ്മവിദ്യ ആർജിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അറിവ് നേടുന്നതിന് പകരം ഇത്തരത്തിലുള്ള കർമ്മങ്ങളിൽ വന്ന് ജീവിതം വെറുതെ കളഞ്ഞത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായി കാണണം. അതുകൊണ്ട് തന്നെ ഭാര്യ പറഞ്ഞ് ഈ ഉത്തരം കേട്ട് ഒരു കോപത്തോടെയുള്ള തസ്കരനെ പോലെ അല്ല തിരിച്ചു വന്നത്. പകരം ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ഈശ്വരാഭിമുഖ്യം തേടി വരുന്നത് പോലെയാണ് സപ്തഋഷികളെ വന്ന് അദ്ദേഹം പ്രണമിച്ചതും. രാമനാമം അദ്ദേഹത്തിൻ്റെ ആ സ്വത്വത്തെ മനസ്സിലാക്കി സപ്തഋഷികൾ ഒരു തനതു രൂപത്തിൽ മര എന്ന് പറഞ്ഞ് ഒരു സമ്മാനമായി അദ്ദേഹത്തിന് കേവലം ഒരു രാമനാമം അങ്ങനെ ഒരു ബാഹ്യമായ ഒരു നിമിത്തമായി അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധിയെ ഉണർത്താൻ കാരണമാക്കി. ഇതൊരു നിമിത്തം മാത്രമാണ്. ലാസ്റ്റ് വരികൾ കൺക്ലൂഷൻ. തിരിച്ചറിവുണ്ടാകുമ്പോഴും
കാട്ടാളനായ രത്നാകരൻ അപ്പോഴും വാൽമീകിയായ കവിയായി മാറുന്നില്ല. രാമനാമം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏകാഗ്രമാക്കുകയും അതുവഴി അദ്ദേഹം ഒരു കവിയാവുകയാണ് ചെയ്തതെന്നും ഞാൻ പറയുന്നു. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാം റൗണ്ടാണ്. അതിൽ ടീം ബി ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ എല്ലാത്തിൻ്റെയും ലോകത്തുള്ള സർവ്വത്തിൻ്റെയും സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. അപ്പോൾ എല്ലാ സൃഷ്ടികളിലും കാട്ടാളത്വവും നന്മയും ഒരുമിച്ചുണ്ടാവും. വാൽമീകി ആയിരുന്ന കവി വാൽമീകി ആവുന്നതിന് മുന്നേ കാട്ടാളനായിരുന്നു, ഹീനപ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാട്ടാളനായിരുന്നു. പക്ഷെ അപ്പോഴും മനസ്സിൽ ഒരു നന്മയും കവിയാകാനുള്ള പ്രതിഭയും അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്നിരിക്കാം. പിന്നീട് സപ്തർഷികൾ വന്ന് അദ്ദേഹത്തിൽ തിരിച്ചറിവുണ്ടാക്കിയതിന് ശേഷമാണ് നാമജപത്തിന് പോലും അദ്ദേഹം തയ്യാറാകുന്നത്. ആദ്യമേ നമ്മൾ ഓർക്കേണ്ടത് അതൊരു മന്ത്രമാണെന്നുള്ളതാണ്. വാക്കിൻ്റെ ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മന്ത്രമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, പ്രത്യേകിച്ച് രാമമന്ത്രം. ഒരു നമ്മളിൽ നിന്ന് വരുന്ന ഒരു വാക്കിന് തന്നെ ഒരു ശക്തിയുണ്ട്. വാക്കിന് ശക്തി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം എന്തോരം പേര് രാമമന്ത്രം ജപിച്ച് കഴിയുന്നവരുണ്ട്. നിരീശ്വരവാദികൾ പോലും ഇപ്പോൾ കവികളുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി രാമമന്ത്രം ജപിക്കുന്നവരാണെങ്കിൽ അങ്ങനെയെങ്കിൽ അവരൊക്കെ കവികളായി തീരേണ്ടതല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? എല്ലാവരും രാമമന്ത്രം ജപിക്കുന്നവരാണെങ്കിൽ കവികളായി തീരേണ്ടവരല്ലേ? ആ കുറേ കവികൾ ഉണ്ടല്ലോ ഇപ്പോൾ, അത് ജപിക്കാത്തവരും കവികളുണ്ടല്ലോ. രണ്ട് പോയിന്റും ഉണ്ട്. പക്ഷേ 14-ാം നൂറ്റാണ്ടിലുള്ള ത്യാഗരാജ സ്വാമികൾ ഒരു സംഗീതജ്ഞരിലെ ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഒരു പരമ രാമഭക്തരായ ദമ്പതിമാർക്ക് ജനിച്ച ഒരു പുത്രനായിരുന്നു. തൻ്റെ മാതാവ് ദിവസവും ജപിക്കുന്ന രാമമന്ത്രം കേട്ടാണ് ത്യാഗരാജ സ്വാമികൾ വളർന്നു വന്നതും. ഈ രാമമന്ത്രം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പല കവിതകളും രചിച്ചതും. അതിൻ്റെ ഒരു ശക്തി കൂടിയാണ് അദ്ദേഹത്തിനെ കവിതകൾ എഴുതുകയും സംഗീതത്തിൽ സൃഷ്ടികൾ നടത്തുകയും ചെയ്യാൻ സഹായിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രപുരുഷനായ മഹാത്മാഗാന്ധി, അദ്ദേഹം നല്ലൊരു രാമഭക്തനായിരുന്നു, നന്മയുള്ളവനുമായിരുന്നു മനസ്സിൽ. മന്ത്രത്തിന് ശക്തിയില്ലെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രതിഭ അല്ലെങ്കിൽ കവിത്വത്തിനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഉദ്ദീപിപ്പിക്കാൻ മാത്രമേ രാമമന്ത്രത്തിന് കഴിയുകയുള്ളൂ. എന്നാൽ രാമായണത്തിലെ കാര്യം തന്നെ എടുക്കാമല്ലോ. ശ്രീരാമൻ രാവണുമായുള്ള യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ശക്തി 10 മടങ്ങ് വർദ്ധിക്കുകയും രാവണനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഉള്ളിലൊരു ശക്തി അപ്പോഴും രാമനുണ്ടായിരുന്നു. ആ മന്ത്രം ജപിച്ചാൽ കൂടിയും ഇപ്പൊ ഒട്ടും അറിവില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിവൈകല്യമുള്ള ഒരു കുട്ടിയെ പിടിച്ച് നമ്മൾ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു കവിയായി തീരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ശുദ്ധ അസംബന്ധമായി തീരും. അതായത് ആദിത്യ ഹൃദയം മന്ത്രം ജപിച്ചാൽ പോലും രാമനിൽ ഇൻഹറന്റ് ആയിട്ട് കിടക്കുന്ന ക്വാളിറ്റിയാണ് മന്ത്രത്തിലൂടെ ഉത്തേജിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ മാർക്കണ്ഡേയൻ 16 വയസ്സ് തികഞ്ഞ ദിവസം യമധർമ്മ രാജാവ് വന്ന് കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ വന്നപ്പോഴും മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടുകയും യമനെ ആട്ടിയോടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ, ഒരു മന്ത്രം കൊണ്ട് മരണത്തെ വരെ നമുക്ക് ജയിക്കാൻ കഴിയില്ലേ? വളരെ ധന്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഭാരതീയ പൈതൃക പ്രകാരം തർക്കത്തിൽ പുരാണത്തിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് തർക്കത്തിൽ വിജയിക്കാൻ ശ്രമിക്കരുതെന്ന് തർക്കശാസ്ത്രം പറയുന്നു. എന്നാലും ഇവരുടെ ഈ സംവാദത്തിൽ ദ്വിവാദത്തിൽ ഭംഗിയായിട്ട് രണ്ടുപേരും കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളുടെ ഭാഗങ്ങളും ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് കമൻ്റ് പറയാൻ കാവാലം ശ്രീകുമാർജിയെ ക്ഷണിക്കുന്നു. അമൃത വിദ്യാലയത്തിലെ ആദ്യം പറയാം, അതിലെ രാജലക്ഷ്മിയുടെ ഒരു ആശയങ്ങളുടെ പ്രവാഹം അസാധ്യമായിരുന്നു. നല്ലൊരു വാഗ്മിയാണ്, നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു, അതിനൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. രോഹിതിന് കിട്ടിയ ആ വാദമുഖം രാമമന്ത്രത്തെ പറ്റിയായിരുന്നു. അത്
എത്ര പോസിബിലിറ്റി ഉള്ള ഒരു വിഷയമാണ് അത്. അതിലെ ആശയം, അതിനൊരു ഫ്ലോ കുറച്ച് കുറവായിരുന്നു. കാരണം ഇതിനെപ്പറ്റി പറയാനായിട്ട് എത്ര വേണം പറയാവുന്നൊരു കാര്യമാണ്. നമുക്കറിയാം അപ്പം രാമമന്ത്രത്തിൻ്റെ എന്താണ്, പ്രേമമുദിത് മനസ്സേ കഹോ രാമ രാമ രാം എന്നല്ലേ പറയാറുള്ളൂ. പ്രേമമുദിതമായ ഒരു ഇതുകൊണ്ട് രാമമന്ത്രം ജപിക്കുകയാണെങ്കിൽ അവൻ്റെ ഫീൽഡിൽ എന്താണോ അവൻ്റെ അതിൽ ഒരു പ്രാഭവം വരുന്നു, അതിലൊരു ഫ്ലോ കുറവുണ്ട്. അവിടെയും എനിക്ക് തോന്നുന്നു സെക്കൻഡ് റൗണ്ടിൽ രണ്ടുപേരും ഏതാണ്ടൊരു ഇതിലായിരുന്നു. അവിടെ വാക്മീത്വം കുറച്ച് കുറവാണെങ്കിലും പോയിന്റ് വൈസ് മോളും പറഞ്ഞു, നല്ലപോലെ പറഞ്ഞു. സെക്കൻഡ് റൗണ്ടിൽ ഗോപിക അല്ലേ, നന്നായിരുന്നു. രാഹുൽജിയോട് കമന്റ് ഈ പണ്ട് കാലത്ത് പല കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടിരുന്നത് വാൾപ്പയറ്റിലൂടെയാണെങ്കിൽ ഇന്ന് പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് വാക്പയറ്റിലൂടെയാണ്. മോളുടെ 1-2 പോയിന്റ്സ് നല്ല രസമുണ്ടായിരുന്നു, പെട്ടെന്ന് കൗണ്ടർ ചെയ്തു, രണ്ടുപേരും നന്നായിരുന്നു. ഇനി നമുക്ക് കാവാലം ശ്രീമാർജിയുടെ മാർക്ക് എത്രയാണ്? അമൃത വിദ്യാലയത്തിന് 8 മാർക്ക്, നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് 6 മാർക്ക്. അമൃത വിദ്യാലയം കാലിക്കറ്റ് 8 മാർക്ക്, നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിഞ്ഞാലക്കുട 6 മാർക്ക്. അമൃത വിദ്യാലയത്തിന് 8 മാർക്കും നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുടയ്ക്ക് 7 മാർക്കും കൊടുക്കും. ഫസ്റ്റ് റൗണ്ടിലെ വിവാദത്തിലെ 2 സ്കൂളിലെയും സെക്കൻഡ് ടീമിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് പറയാനായിട്ട്, അവരുടെ സ്കൂളിൻ്റെ പേരോട് കൂടി ചേർത്ത് പറയാനായിട്ട് കാവാലം ശ്രീകുമാർജിയെ ഞാൻ ക്ഷണിക്കുന്നു. സെൻറ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ ആലപ്പുഴ, ടോട്ടൽ മാർക്സ് 108. GHSS TV പുരം വൈക്കം 101. സോ അവർ രണ്ടുപേരിൽ ഇന്ന് നമ്മളോട് ഇവിടെ പറയുന്നത് GHSS TV പുരം വൈക്കമാണ്. അടുത്തത് അമൃത വിദ്യാലയം കാലിക്കറ്റ് 135 മാർക്കാണ് ടോട്ടൽ. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് 123. സോ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മളോട് ഇന്ന് ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് വിട പറയുന്നത്. ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വിദ്യാർത്ഥിനികൾ മുമ്പോട്ട് പോകുമ്പോൾ വളരെ ഭംഗിയായിട്ട് പറയാറുണ്ട്. സുഖദുഃഖേ സമേ ഭൂത്വാ ലാഭൗ ജയാജയൗ. ഇവിടെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ജയവും പരാജയവും എല്ലാം ഉണ്ട് ജീവിതത്തിൽ. ഹൗ ലോങ് യു ആർ ലിവിങ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്, ഹൗ യു ആർ ലിവിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു. ധന്യമായി 2 പേർക്കും. ഇനിയും കാണാൻ സാധിക്കുന്ന ടീമിനും യാത്ര പറയുന്ന ടീമിനും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം. ചരിത്രം ക്രമേണ കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ, ശ്രേഷ്ഠ ഭാരതം. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും സുമിത്ര എന്ന വാക്കിന്റെ ഗാംഭീര്യം ഉണ്ടല്ലോ. ഗ്ലോറിയസ്ലി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അച്ഛന്റെ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ട്. Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.